ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും സോണിയക്കൊപ്പം നിൽക്കുന്ന ചിത്രത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവരണമെന്ന് ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സ്വർണ്ണക്കൊള്ള നടന്ന സമയത്താണ് സംഘം സോണിയെ കണ്ടത്. സോണിയുമായി രക്തബന്ധമുള്ള ചിലർക്ക് ഇറ്റലിയിൽ പുരാവസ്തു ബിസിനസ് ഉണ്ടെന്നും കെ സുരേന്ദ്രൻ. അങ്ങനെ എന്തെങ്കിലും സ്വാധീനം ചെലുത്താനാണോ ആന്റണിയും അടൂർ പ്രകാശും ഒപ്പം പോയതെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി, അതായത് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പ്രധാന കുറ്റവാളിയായി കണക്കാക്കപ്പെട്ടിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം വാങ്ങിയ വ്യവസായിയുമായിട്ട് ചേർന്ന് സോണിയാഗാന്ധിയുമായിട്ടുള്ള ഒരു ചിത്രം പുറത്തു വരുന്നത്. എങ്ങനെയാണ് സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം നൽകിയ മോഷ്ടാവായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആ സ്വർണം വിലക്കെടുത്തു എന്ന് പറയുന്ന വ്യാപാരിയും ഒരുമിച്ച്, നമ്മളെല്ലാവരും അടൂർ പ്രകാശിന്റെ പേര് ഇതിനോടകം കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അടൂർ പ്രകാശ് മാത്രമല്ല, പത്തനംതിട്ട MP ആയിട്ടുള്ള ആന്റണിയും ഇതിനകത്തുണ്ട് എന്ന് പിന്നീട് നമുക്ക് ബോധ്യമായി. ഈ സ്വർണ്ണക്കൊള്ള ആസൂത്രണം നടത്തുന്ന കാലത്താണ്, അതേ സമയത്താണ് 2017 കാലഘട്ടത്തിലാണ് ഇതേ സംഘം സോണിയാഗാന്ധിയെ സന്ദർശിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു വലിയ സ്വർണ്ണക്കൊള്ള പ്ലാൻ ചെയ്തതിന് ശേഷം അന്താരാഷ്ട്ര പുരാവസ്തു വിഗ്രഹ മാർക്കറ്റിൽ അത് വിറ്റഴിക്കണം എന്ന് തീരുമാനമെടുത്തതിന് ശേഷമാണ് അത് എവിടെ വിൽക്കണം എന്ന് ഉള്ള ഉദ്ദേശത്തിൽ ഈ സന്ദർശനങ്ങളെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയും വ്യവസായിയും നടത്തിയിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ശ്രീനന്ദ ചേരുകയാണ്. ശ്രീനന്ദ, ഈ സ്വർണ്ണക്കവർച്ചയിൽ CPM പ്രതിരോധത്തിലായി കഴിഞ്ഞു, കോൺഗ്രസും വലിയ പ്രതിരോധത്തിലായി കഴിഞ്ഞു. ഈ ഒരു ഘട്ടത്തിലാണ് അതിനിർണായകമായ ചില ചോദ്യങ്ങൾ തന്നെ കെ സുരേന്ദ്രൻ ഉന്നയിച്ചത്. പ്രധാനമായും വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? KP, നമ്മൾ മുൻപ് പറഞ്ഞതാണ്, കെ സുരേന്ദ്രൻ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് CPM-ന് മാത്രമല്ല അതിൽ കോൺഗ്രസിനും പങ്കുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്, വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ സ്വർണ്ണക്കൊള്ള നടന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഈ പോറ്റിയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയുമായി നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ സോണിയാഗാന്ധിയും പോറ്റിയും തമ്മിലുള്ള ബന്ധം? ഇവർ എന്തുകൊണ്ടാണ് ഒരിക്കലും പോറ്റിക്ക് സോണിയാഗാന്ധിയെ പോയി നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ അടൂർ പ്രകാശും ആന്റണിയും ഇവർ എന്തിനാണ് പോറ്റിയെ സോണിയാഗാന്ധിയെ കാണിക്കാനായി കൊണ്ടുപോയത്? അങ്ങനെയാണെങ്കിൽ ഇതിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യമുണ്ട്. സോണിയാഗാന്ധിയുടെ ബന്ധുക്കൾ, ഇറ്റലിയിലുള്ള ബന്ധുക്കൾക്ക്, രക്തബന്ധത്തിലുള്ള ആളുകൾക്ക് ഈ സ്വർണ്ണ കച്ചവടം എന്ന് പറഞ്ഞാൽ ഈ പുരാവസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ട കുറെ ബിസിനസ്സുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസ്സുകളൊക്കെ പൊക്കോണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വർണ്ണ കവർച്ചയുമായി ഈ കോൺഗ്രസിനും ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണമായി പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ മുൻകൂട്ടി പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിൽ കാണുന്ന സമയത്ത് തന്നെയാണ് ഈ സ്വർണ്ണ കവർച്ച ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സ്വർണ്ണ കവർച്ചയുടെ സമയത്ത് തന്നെ ഈ ഒരു മുൻകൂട്ടി എല്ലാം പ്ലാൻ ചെയ്ത് വെച്ച ശേഷമാണ് സോണിയാഗാന്ധിയെ പോറ്റി പോയി കാണുന്ന ഒരു സാഹചര്യവും പിന്നെയാണ് ഈ ഒരു സ്വർണ്ണ കവർച്ചയൊക്കെ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിനും ഇതിലൊരു കൃത്യമായ പങ്കുണ്ട് എന്ന് പറയുന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു നമുക്ക് കുറച്ചു മുൻപ് നമ്മൾ കണ്ട ആ ഒരു ചിത്രത്തിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. ഒരു പങ്ക് കച്ചവടമാണ് നടന്നിട്ടുള്ളത് എന്നുള്ള സംശയമാണ് വരുന്നത്. ആ സംശയം സ്ഥിരീകരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇപ്പോൾ CPM-ഉം കോൺഗ്രസും പരസ്പരം പഴിചാരുമ്പോഴും ഇവർ തുല്യ പങ്കാളിത്തം ഇതിലുണ്ട് എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് ഈ വിദേശ വ്യവസായിയുടെ ഒരു സാന്നിധ്യം, ബന്ധം രമേശ് ചെന്നിത്തലയാണ് പറഞ്ഞു വെച്ചതും. ആ പറഞ്ഞു വെച്ചെടുത്ത് നിന്ന് തുടങ്ങുമ്പോൾ അത് അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന, ആഘാതമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും KP, ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു വ്യവസായിയുമായി ചെന്നിത്തല സംസാരിക്കുകയുണ്ടായ ശേഷം SIT-യുമായി മൊഴി നൽകി, അങ്ങനെ കുറേ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. എന്നാൽ ഈ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു ശേഷം കോൺഗ്രസിന്റെ ഒരു നേതാക്കൾ പോലും, ചെന്നിത്തല ഈ സ്വർണ്ണക്കവർച്ചയിൽ വളരെയധികം അതിനെതിരെ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു, കൂടുതൽ തെളിവുകളുണ്ട്, വ്യവസായി തന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞ ശേഷം SIT-ക്ക് മൊഴി നൽകിയ വ്യക്തി കൂടിയാണ് ചെന്നിത്തല. എന്നിട്ട്
എന്തുകൂടി അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ ഇതുവരെയും ഒരു നിലപാട് പറയാനോ അല്ലെങ്കിൽ ഒരു വിശദീകരണം നൽകാനോ കോൺഗ്രസിന്റെ ഒരു നേതാക്കളും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ചോദ്യമുനയിൽ നിർത്തുന്ന ഒരു കാര്യം. അങ്ങനെ തന്നെ ഉദ്ദേശിക്കുമ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത ഉണ്ട് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ആ ഒരു പാട്ടിലൂടെ തന്നെ അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കോൺഗ്രസിനും ബന്ധമുണ്ട്, കമ്മ്യൂണിസ്റ്റിനും ബന്ധമുണ്ട്, രണ്ട് പാർട്ടികൾക്കും ബന്ധമുണ്ട് ഇതിൽ ഈ ഒരു സ്വർണ്ണ കവർച്ചയിൽ. അങ്ങനെ ഈ ഒരു ബന്ധം അന്വേഷിക്കുന്നത് കോടതിക്ക് തന്നെ ഈ ഇതിൽ നടത്തിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറെ വ്യക്തതകളൊക്കെ തന്നെ കോടതി മുൻപ് പറഞ്ഞിരുന്നു. കുറെ സംശയങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. ഈ സംശയങ്ങളെല്ലാം കൂടുതൽ ബലപ്പെടുത്തുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ തെളിവുകൾ. ഈ തെളിവുകളിൽ ശരിയായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, കൃത്യമായ ഇതിനൊരു വിശദീകരണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ മാത്രമേ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന CPIക്ക് മാത്രമാണ് ഇതിലൊരു ബന്ധമുള്ളത്, ഇടതുപക്ഷത്തിന് മാത്രമേ ഇതിൽ ബന്ധമുള്ളൂ എന്ന് പറയുന്നതിൽ നിന്ന് ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം കോൺഗ്രസിനും ഈ മുതൽ കട്ടുകൊണ്ടുപോയി, സ്വർണം കട്ടുകൊണ്ടുപോയി അത് വിറ്റതിൽ കോൺഗ്രസിന് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. RV ബാബു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരിക്കലും ഒരു സാധാരണ ഒരു വ്യക്തിക്ക് ചെന്നെത്താൻ പറ്റുന്ന ഒരു സ്ഥലമല്ല സോണിയാഗാന്ധി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോറ്റിയെ സോണിയാഗാന്ധിക്ക് അടുത്തെത്തിച്ചത് ആരാണെന്ന് വ്യക്തമാക്കണം. അടൂർ പ്രകാശും അതുപോലെ തന്നെ ആന്റണിക്കും ഇതിലുള്ള ബന്ധം എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമാക്കണമെന്നാണ് സുരേന്ദ്രനും ആ ഒരു വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യം. കൃത്യമായി ഈ ബന്ധങ്ങളൊക്കെ വ്യക്തമാക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങളിൽ ഒരു താൽക്കാലിക പരിഹാരം എന്നുള്ള രീതിയിൽ, കാരണം ഇതിൽ ആരൊക്കെയാണ് ഇതിൽ പങ്കുണ്ട്, CPMന് മാത്രമല്ല കോൺഗ്രസിനും പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വരും. അങ്ങനെയാണെങ്കിൽ സ്വർണ്ണ കവർച്ചയിൽ അന്വേഷണം കൂടുതൽ ഊർജിതമായി നടക്കുമെന്നൊക്കെയാണ് കെ സുരേന്ദ്രൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. അദ്ദേഹം ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞു. ഈ സോണിയാഗാന്ധിയുടെ കുടുംബം, ഇറ്റലിയിലുള്ള സോണിയാഗാന്ധിയുടെ കുടുംബത്തിന് ഈ ഒരു പണ്ടുള്ള വസ്തുക്കൾ വിൽക്കുന്ന അവർക്ക് ഈ രാജ്യാന്തര ബന്ധം അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികൾ തന്നെ വരണമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ പറയുന്നു, ഈ ഇറ്റലിയിൽ പുരാതനമായ വസ്തുക്കൾ വിൽക്കുന്ന ഒരു ബന്ധം ഈ സോണിയാഗാന്ധിക്കുണ്ട്. രക്തബന്ധത്തിൽ തന്നെ അവർക്ക് അതിനുള്ള ബിസിനസ്സുകളുണ്ട്. എങ്കിൽ ഈ ബിസിനസ്സുകൾ ഏതൊക്കെയാണ്? അങ്ങനെയാണെങ്കിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇവിടെ CPMനെ ഒരു വിഷയത്തിൽ കൈകഴുകാൻ സാധിക്കില്ല, കോൺഗ്രസിനും രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇരു കൂട്ടർക്കും തുല്യ പങ്കാളിത്തമുണ്ട് എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരുന്നത്. ഏതായാലും സ്വർണ്ണ കവർച്ച നടന്നു എന്ന വാസ്തവമാണ്. ആ വാസ്തവം, ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ്, ആസൂത്രിതർ ആരൊക്കെയാണ്, അതാണ് ഇനി കണ്ടറിയേണ്ടത്. സ്വാഭാവികമായും ആ ഒരു നടപടിക്രമങ്ങൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള പ്രതീക്ഷ നൽകുന്നു. SIT കേസ് അട്ടിമറിക്കാനുള്ള നീക്കം നടത്തിയേക്കാം, സമ്മർദ്ദം അത്രമേൽ അവർക്കുണ്ട്. പക്ഷേ കോടതിയുടെ ഇടപെടലാണ് വലിയ പ്രതീക്ഷ പൊതുസമൂഹത്തിനുള്ളത്. അവിടെയാണ് CBI വേണ്ട എന്നുള്ള ഒരു നിലപാട് CPM ആവർത്തിക്കുമ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയാകുന്നത്. ശ്രീനന്ദയാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.